യൂണിറ്റ് 8 ടിക് ടിക് ടിക്. ക്ലോക്കിന്റെ സൗണ്ട് ആണ് അല്ലെ ടിക് 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 എന്നുള്ളത്. യൂണിറ്റില് നമ്മൾ സമയം നോക്കാനാണ് പഠിക്കുന്നത് കേട്ടോ. അവിടെ നോക്കൂ എന്താണ് പറയുന്നത്. ഇറ്റ് ഈസ് 3 o'clock now. ഇപ്പൊ സമയം 3 മണിയാണ്. അവിടെ ക്ലോക്കിൽ കാണിച്ചിട്ടുണ്ട് അല്ലെ. ദ ഷോ സ്റ്റാർട്ട്സ് അറ്റ് 4 റൈറ്റ്. പ്രദർശനം ആരംഭിക്കുന്നത് 4 മണിക്ക് അല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ലെ. ടു ദി സർക്കസ് ടെന്റ്. സി ദ സർക്കസ് ടെന്റ്. ലുക്ക് അറ്റ് ദ ഷോർട്ട് ടൈം. നമുക്ക് ആ സർക്കസ് ടെന്റിൽ കണ്ടോ ഷോർട്ട് ടൈംസ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? ആഫ്റ്റർനൂൺ 1 PM, ഈവനിങ് 4 PM ആൻഡ് 7 PM. പിന്നെ സ്പെഷ്യൽ ഷോസ് ഓൺ ഹോളിഡേയ്സ്. മോർണിംഗ് 10 AM, നൈറ്റ് 11 PM. ഇതിൽ AM PM എന്ന് പറയുന്നില്ലേ, രാത്രി 12 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ AM ആണ്. ഉച്ചയ്ക്ക് 12 മണി തൊട്ടിട്ട് രാത്രി 12 മണി വരെ PM ആണ്. വാട്ട് ടൈം ഡു ദ ഷോസ് സ്റ്റാർട്ട് ഓൺ എ വീക്ക് ഡേ? അവധി അല്ലാത്ത ദിവസങ്ങളിൽ ഏത് സമയത്താണ് പ്രദർശനം ആരംഭിക്കുന്നത് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് സമയത്താണ് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു? 1 PM അല്ലേ. 1 PM എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണി അല്ലേ. ഇതിന് അടുത്തത് അറ്റ് വാട്ട് ടൈംസ് ആർ ദ സ്പെഷ്യൽ ഷോസ് ഓൺ ഹോളിഡേയ്സ്. അതായത് അവധി ദിവസങ്ങളിൽ പ്രത്യേക പ്രദർശനം ഏതൊക്കെ സമയങ്ങളിലാണ് എന്ന് കേട്ടോ. ഏതൊക്കെ സമയങ്ങളിലാണ്? 10 AM, 11 PM. 10 AM എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി, 11 PM എന്ന് പറഞ്ഞാൽ രാത്രി 11 മണി. ഹൗ മെനി ഷോസ് ആർ ദർ ഓൺ എ ഹോളിഡേയ്സ്? അതായത് അവധി ദിവസം എത്ര ഷോകൾ ഉണ്ടെന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് അവധി ദിവസങ്ങളിൽ സാധാരണത്തെ പോലത്തെ ഷോസും ഉണ്ടാവും, പിന്നെ സ്പെഷ്യൽ ഷോസും ഉണ്ടായിരിക്കും അല്ലേ. എത്ര ഷോസാ നോക്കൂ. 1 PM, 4 PM, 7 PM ഉണ്ട്. പിന്നെ 10 AM, 11 PM. മൊത്തം 5 ഷോസ് അല്ലേ. റൈറ്റ് ഓൾ ദ ഷോർട്ട് ടൈംസ് ഓൺ എ ഹോളിഡേ ഇൻ ദ കറക്റ്റ് ഓർഡർ. എന്താണ്? അവധി ദിവസത്തെ പ്രദർശന സമയം കറക്റ്റ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഏതാ വരിക? ഫസ്റ്റ് ഏതാ വരിക? രാവിലെ 10 മണിക്കുണ്ട്, 10 AM ഉണ്ട് അല്ലേ. പിന്നെ ഉള്ളത് എപ്പോഴാണ്? 1 PM ഉണ്ട്, അതായത് ഉച്ചയ്ക്ക് 1 മണി. പിന്നെ 4 PM ഉണ്ട്, വൈകുന്നേരം 4 മണി. ദെൻ 7 PM ഉണ്ട്, വൈകിട്ട് 7 മണി. ദെൻ 11 PM, രാത്രി 11 മണി. അങ്ങനെ കറക്റ്റ് ഓർഡറിൽ എഴുതുക കേട്ടോ. അടുത്തത് ആക്ട് ഔട്ട്. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് യു ഡു ഡെയിലി? അതായത് ദിവസവും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ എന്തെല്ലാം എന്ന് ചോദിച്ചിരിക്കുകയാണ്. അറ്റ് വാട്ട് ടൈംസ് ഡു യു ഡു ദം? ഏതൊക്കെ സമയങ്ങളിലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് വേക്കിംഗ് അപ്പ് ഇൻ ദ മോർണിംഗ്. രാവിലെ ഉറക്കമുണരുന്നത് എത്ര മണിക്കാണ് നിങ്ങളൊക്കെ ഉറക്കമുണരാറ്? അതവിടെ എഴുതുക. 6 AM ആയിരിക്കും എന്ന് വിചാരിക്കണു. 6 AM അല്ലെങ്കിൽ 7 AM ഒക്കെ ആയിരിക്കും അല്ലെ. നെക്സ്റ്റ് ബ്രഷിംഗ് ടീത്ത്. നമ്മൾ നീച്ചോടന്ന് തന്നെ ബ്രഷ് ചെയ്യൂലോ അല്ലെ. അപ്പൊ 6 AM തന്നെ എഴുതാം കേട്ടോ. അടുത്തത് നമ്മൾ ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യും? ഹാവിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് എഴുതാം. അത് 8 AM. ദെൻ ഗോയിങ് ടു സ്കൂൾ എപ്പോഴാണ്? 9 AM. നിങ്ങൾ എത്ര മണിക്കാണ് പോകുന്നത്? നിങ്ങൾ എത്ര മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? അതനുസരിച്ച് എഴുതുക കേട്ടോ ടൈമൊക്കെ. ദെൻ ക്ലാസ് സ്റ്റാർട്ട്സ് 10 AM അല്ലേ. ദെൻ ലഞ്ച് ടൈം 1 PM. റീച്ച് അറ്റ് ഹോം 4 PM. ഗോയിങ് ടു ബെഡ് 9 PM. ഇങ്ങനെ എഴുതുക. ഇനാക്ട് ദ ആക്ടിവിറ്റീസ് യു ഡു അറ്റ് ഈച്ച് ഓഫ് ദ ടൈംസ് ഗിവൺ ബിലോ. താഴെ കുറച്ച് സമയങ്ങൾ കാണിച്ചിട്ടുണ്ട് അല്ലേ. ആ സമയങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. 6 in the morning വേക്കിംഗ് അപ്പ് ആണല്ലോ, ഉറക്കമുണരുന്നതാണല്ലേ, അത് അഭിനയിച്ച് കാണിക്കുക. ദെൻ 1 in the afternoon നമ്മൾ ലഞ്ച് കഴിക്കായിരിക്കും. ദെൻ 7 in the morning എന്താ ചെയ്യുക? ടേക്കിംഗ് ബാത്ത് ആണെങ്കിൽ അത് അഭിനയിച്ച് കാണിക്കുക. ദെൻ 4 in the evening ഹാവിംഗ് ടീ എന്ന് എഴുതാം, അത് അഭിനയിച്ച് കാണിക്കാം. അല്ലെങ്കിൽ റീച്ച് അറ്റ് ഹോം. ദെൻ 10 in the morning ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 9 in the night ഗോയിങ് ടു ബെഡ്. അത് നിങ്ങൾ അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അത് ക്ലാസ്സിൽ നിങ്ങൾ അഭിനയിച്ച് കാണിക്കുക. വാട്ട് ഈസ് ദ ടൈം? എന്താണ് സമയം എന്നുള്ളതാണ്. നമുക്കിനി സമയം നോക്കാൻ പഠിക്കാം. ദ ക്ലോക്ക് ഷോസ് ദ ടൈം വെൻ തൻവീസ് ക്ലാസ് സ്റ്റാർട്ടഡ്. തൻവിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് ചോട്ടിൽ തന്നിരിക്കുന്ന ക്ലോക്ക് കാണിക്കുന്നത് കേട്ടോ. ദ അവർ ഹാൻഡ് ഈസ് അറ്റ് 10 ആൻഡ് ദ മിനിറ്റ് ഹാൻഡ് ഈസ് അറ്റ് 12. അവർ ഹാൻഡ് എത്രയിലാണ്? 10-ലാണ്. മിനിറ്റ് ഹാൻഡ് എത്രയിലാണ്? 12-ലാണ്. അവർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ മണിക്കൂർ സൂചിയാണ്. മിനിറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ മിനിറ്റ് സൂചി കേട്ടോ. ദ ടൈം ഈസ് 10 o'clock. അപ്പൊ സമയം എത്രയാണ്? 10 മണിയാണ് കേട്ടോ. ദ ഷോർട്ട് ഹാൻഡ് ഈസ് ദ അവർ ഹാൻഡ് ആൻഡ് ദ ലോങ് ഹാൻഡ് ഈസ് ദ മിനിറ്റ് ഹാൻഡ്. ചെറിയ സൂചിയില്ലേ അതാണ് മണിക്കൂർ സൂചി, വലിയ സൂചിയില്ലേ അതാണ് മിനിറ്റ് സൂചി. നെക്സ്റ്റ് വിസിറ്റിംഗ് ഗ്രാൻഡ്മ. തൻവി ആർ എൻ വി വിസിറ്റിംഗ് ഗ്രാൻഡ്മ ടുമാറോ മസ്റ്റ് ഗെറ്റ് അപ്പ് ഇയർലി. തൻവി നമ്മൾ നാളെ ഗ്രാൻഡ്മാനെ വിസിറ്റ് ചെയ്യാൻ പോവല്ലേ, നേരത്തെ എണീക്കണം എന്ന് പറയുകയാണല്ലേ. അപ്പൊ എന്താ തൻവി പറയുന്നത്? ഗ്രേറ്റ്, വി ക്യാൻ സീ ഗ്രാൻഡ്മ ടുമാറോ. നമുക്ക് നാളെ അമ്മുമ്മേനെ കാണാലോ എന്ന് പറയാണ്. തൻവി വോക്ക് അപ്പ് ഇയർലി. തൻവി നേരത്തെ എണീച്ചു. ദ ടൈം വെൻ തൻവി വോക്ക് അപ്പ്. തൻവി എണീച്ച സമയം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നോക്കി നോക്കൂ. അവർ ഹാൻഡ് ഏതിലാണ്? 6-ലാണ്.
മിനിറ്റ് ഹാൻഡ് ഏതിലാണ്? 12ലാണ് അല്ലെ. എത്രയാ സമയം? 6 o'clock ആണ് കേട്ടോ. 6 മണിയാണ്. അത് അവിടെ എഴുതുക. ബ്രേക്ക്ഫാസ്റ്റ് ടൈം. വാട്ട് ഈസ് ദ ടൈം നൗ? ഇപ്പോ സമയം എന്താണ്? ദ അവർ ഹാൻഡ് ഈസ് മിഡ്വേ ബിറ്റ്വീൻ 7 and 8. മണിക്കൂർ സൂചിയില്ലേ, അത് 7ന്റെയും 8ന്റെയും ഇടയിലാണല്ലോ ഷോർട്ട് ഹാൻഡ്. ദെൻ മിനിറ്റ് ഹാൻഡ് ഈസ് അറ്റ് 6. മിനിറ്റ് ഹാൻഡ് എവിടെയാണ്? 6ലാണ് അല്ലെ. ടൈം എത്രയാണ്? ടൈം ഈസ് 30 past 7. അതായത് 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അത് നമ്മൾ എങ്ങനെയാ പറയാ? 30 past 7. ഇതിനെ നമുക്ക് എന്തും പറയാം, 7:30 എന്നും പറയാം. അവിടെ പറഞ്ഞിരിക്കുകയാണ് വി ക്യാൻ ആൾസോ സേ 7:30. അതായത് അര എന്ന് പറഞ്ഞാൽ ഹാഫ് അല്ലേ, നമുക്ക് അതിനെ എന്തുമായിട്ട് പറയാം? 7:30ക്ക് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? 7:30 എന്നാണ്. 7 o'clock ആണെങ്കിൽ അവർ ഹാൻഡ് നിൽക്കുക എവിടെയെന്നറിയോ? അവർ ഹാൻഡ് 7ലും മിനിറ്റ് ഹാൻഡ് 12ലും ആയിരിക്കും. മിനിറ്റ് ഹാൻഡ് 1ലേക്ക് എത്തിക്കഴിഞ്ഞാല് അതെന്താണ്? 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയി എന്നാണ്. 5 past 7. ഇനി അത് 2ലേക്ക് എത്തിക്കഴിഞ്ഞാൽ മിനിറ്റ് ഹാൻഡ് 2ലേക്ക് എത്തിക്കഴിഞ്ഞാൽ 10 മിനിറ്റ്സ് ആയി കേട്ടോ. അപ്പൊ എങ്ങനെയാ പറയാ? 10 past 7. അത് 3ലേക്ക് ആയിക്കഴിഞ്ഞാല് മിനിറ്റ് ഹാൻഡ് 3ലേക്ക് ആയിക്കഴിഞ്ഞാല് 15 മിനിറ്റ് ആയി. 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. അതെങ്ങനെയാ പറയാ? 15 past 7. ദെൻ 4ലേക്ക് ആയിക്കഴിഞ്ഞാല് 20 മിനിറ്റ്സ്. 5ലേക്ക് ആയ 25. 6ലേക്ക് 30 മിനിറ്റ്സ്. 7ലേക്ക് 35. 8ലേക്ക് 40. 9ലേക്ക് 45. 10ലേക്ക് 50. 11ലേക്ക് 55. 12ലേക്ക് ആവുമ്പോഴേക്കും 1 hour ആവും. അവിടെ പറഞ്ഞിരിക്കേണ്ട അതാണ്. ദ മിനിറ്റ് ഹാൻഡ് ടേക്സ് 60 minutes for 1 rotation. എന്താ പറഞ്ഞിരിക്കുന്നത്? മിനിറ്റ് സൂചി 60 മിനിറ്റ് എടുക്കും അല്ലെ ഒരു കറക്കം കറങ്ങാനായിട്ട് അല്ലെ. അതിനെ നമ്മൾ എന്ത് പറയാ? മണിക്കൂർ എന്ന് പറയാ അല്ലെ. 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ്, അങ്ങനെ 60 മിനിറ്റ് കഴിഞ്ഞ് മിനിറ്റ് ഹാൻഡ് 12ലേക്ക് എത്തുമ്പോഴാണ് ഒരു മണിക്കൂർ കഴിയുക അല്ലെ. അപ്പൊ ഈ 7 o'clock കഴിഞ്ഞ് മിനിറ്റ് ഹാൻഡ് ഒരു റൊട്ടേറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ വരിക? 8 o'clock അല്ലേ. ലെറ്റ് സ്റ്റാർട്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം ഫോർ ദ ബസ്. വി വോണ്ട് ബി ലേറ്റ് ഇഫ് വി സ്റ്റാർട്ട് ഏർലി. ബസ് വരാറായി, നേരത്തെ പുറപ്പെട്ടാല് വൈകാതെ എത്താമെന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലേ. ദ ടൈം വെൻ തൻവി സ്റ്റാർട്ടഡ് ഫ്രം ഹോം. ഏത് സമയത്താണ് തൻവി വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്? അവിടെ കാണിച്ചിട്ടുണ്ട് ക്ലോക്ക്. എത്രയാ? അവർ ഹാൻഡ് 8ല്, മിനിറ്റ് ഹാൻഡ് 12ല്. അപ്പൊ എത്രയാ വരിക? 8 o'clock ആണ് അല്ലേ. 8 o'clock എന്ന് എഴുതുക. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.